ബാച്ചിലർ അപ്പം ഉണ്ടാക്കാൻ പോണ ഈ ബാച്ചിലർ അപ്പത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു ബാറ്റർ കൊണ്ട് തന്നെ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാൻ പറ്റും. സോഫ്റ്റ് ആയിട്ട് ദോശക്കല്ലിൽ അപ്പം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അത്രയും സിമ്പിളാണ്. ഈസ്റ്റ് ഒന്നും ചേർക്കാതെയാണ് ഈ മാവ് നമ്മൾ റെഡിയാക്കുന്നത്. ഒരു കപ്പ് പച്ചരി എടുത്ത് 2-3 പ്രാവശ്യം കഴുകി 4 മണിക്കൂർ കുതിർത്തി വെച്ചതാണ്. ഞാൻ പച്ചരി എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഫൈൻ അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. നമുക്ക് ടേസ്റ്റിനോ ഒരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. ഈ വെള്ളയപ്പത്തിന് നമ്മൾ ഈസ്റ്റ് ചേർക്കണില്ല, കപ്പി കാച്ചണില്ല, ഒന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കണ ഒരു വെള്ളയപ്പമാണ്. ഇതിലേക്ക് 1/2 കപ്പ് ചോറ് ചേർക്കാം. ഇതിപ്പോൾ നിങ്ങൾ അരിപ്പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിലും ഇതേപോലെ വേണം കേട്ടോ അരയ്ക്കാനായിട്ട്. 1/2 കപ്പ് നാളികേരം ചിരകിയത്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാം. പിന്നെ അരയ്ക്കുമ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോളാം മാവ് ഏത് പാകത്തിലാണ് കിട്ടിയേക്കണേന്ന്. നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. ഈ പാകത്തിൽ വേണം മാവ്, അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. മാവ് നല്ലോണം മിക്സ് ചെയ്യാം. നമുക്ക് ഒന്നും കൂടിയും കാണിക്കാട്ടോ മാവിൻ്റെ പാകം. ഇത്ര ലൂസിൽ വേണം മാവ്. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് അടച്ച് 8 മണിക്കൂറാണ് കേട്ടോ ഫെർമെൻ്റ് ആവാനായിട്ട് മാറ്റി വെക്കുന്നത്. ഇതിൽ നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കണില്ല. അത് കാരണം നമ്മൾ അരച്ച് സാധാരണ പാത്രത്തിൽ തന്നെ വെച്ചാൽ മതി. ഒരുപാട് മാവ് പൊന്തി പോകുന്നില്ല. പക്ഷേ ഈ മാവ് നല്ലോണം പുളിച്ച് കിട്ടും കേട്ടോ. ഓവർനൈറ്റ് ഫുള്ളായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് മാവ് ഇപ്പം എടുക്കുകയാണ് നമ്മൾ. രാവിലെയാണ് നമ്മൾ അപ്പം ഉണ്ടാക്കാൻ പോണേ. ഞാൻ പറഞ്ഞില്ലേ മാവ് ഒരുപാട് പുളിച്ച് പൊന്തില്ല, പക്ഷെ മാവ് പാകത്തിന് പുളിച്ചുണ്ടാവും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഈസ്റ്റോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് പുളിച്ച് പൊന്തിണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കണം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാവിലേക്ക് ചേർക്കാം. ഈ മിക്സ് മാവിലേക്ക് ചേർക്കാം. മാവ് നല്ലോണം മിക്സ് ചെയ്യാം. ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അപ്പം റെഡിയാക്കാം. 1/4 തവി മാവാണ് ഒഴിക്കണത്. ഇട്ടിച്ചു കൊടുക്കാം. ഒന്ന് ബബിൾസൊക്കെ വന്നതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ആയിണ്ടാവും തുറക്കാം. അപ്പോൾ കുറച്ച് നേരം കൂടി നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വക്കൊക്കെ നല്ലോണം മുരിഞ്ഞിട്ടും. അല്ല ഇതുപോലെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാട്ടെ. ഈ അപ്പം അപ്പച്ചട്ടിയിലും ഉണ്ടാക്കാം, അതേപോലെ ദോശക്കല്ലിലും ഉണ്ടാക്കാട്ടെ. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് പരത്തുക. എല്ലായിടത്തും ബബിൾസൊക്കെ വന്നതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ റെഡിയായി. നമുക്ക് കല്ലിൽ നിന്ന് മാറ്റാം. ഈസ്റ്റ് ഒന്നും ചേർക്കാണ്ട് തന്നെ സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വെള്ളയപ്പമായിട്ടും ഉണ്ടാക്കാം, ദോശക്കല്ലിൽ വെച്ചുള്ള അപ്പമായിട്ടും ഉണ്ടാക്കാം. ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.